ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു ജനത, സിദ്ധി ഗോത്രം. അവർ സംസാരിക്കുന്നത് ലിപിയില്ലാത്ത ഭാഷ. സിദ്ധി ഭാഷയിലെ ആദ്യ സിനിമ ഇത്തവണ IFFKയിൽ പ്രദർശനത്തിനുണ്ട്, റിഥം ഓഫ് ദമാം. ഈ സിനിമ ഏതാണ്ട് 12 വയസ്സായ ഒരു സിദ്ധി ബാലൻ അവൻ്റെ സ്വപ്നത്തിലൂടെ നടത്തുന്ന ചില സഞ്ചാരങ്ങളാണ്. ഈ സഞ്ചാരങ്ങളിലേക്ക് അവനെ നയിക്കുന്നത് അവൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഇവൻറ്റുകളാണ്. അതിലേക്ക് പ്രധാനമായിട്ട് ആ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചു പോവുകയും ആ മുത്തശ്ശനുമായിട്ടുള്ള അയാളുടെ ബന്ധം വളരെ ഗാഢമാണ്. അതോടൊപ്പം മുത്തശ്ശനിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ചില മാജിക്കൽ എലമെൻറ്റ്സ്, കുറേ മാജിക്കൽ ഇൻസ്ട്രുമെൻറ്റിലൂടെ ഈ ബാലൻ തൻ്റെ പ്രാപിതാമഹന്മാരുമായി സംവേദിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ ചില മാജിക്കൽ ആയിട്ടുള്ള ചില ലോകങ്ങളിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു. അത് ആ കുട്ടിയുടെ ഒരു ഡെലൂഷൻ സ്റ്റേജാണ്. പക്ഷേ വളരെ വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടുള്ള അവൻ്റെ പേരൻസും അവൻ്റെ അതർ ഫാമിലി മെമ്പേഴ്സും കൂടി ഈ കുട്ടിയെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതിൻ്റെ മുത്തശ്ശൻ്റെ ഭൂതം സ്പിരിറ്റ് ബാധിച്ചിരിക്കുന്നുവെന്ന് സംശയിക്കുകയും അത് അവൻ്റെ മെൻ്റൽ ബാലൻസ് തിരിച്ച് ഗെയിൻ ചെയ്യാനുള്ള അവരുടെ യത്നങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു ജനതയെ ഈ സുദീർഘമായ നൂറ്റാണ്ടുകളുടെ അടിമ വ്യാപാരത്തിലൂടെ അവരെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ അവരുടെ എത്നിസിറ്റി, ഭാഷ, റിലീജിയൻ ഒക്കെ നശിപ്പിക്കുകയും ഈ യജമാന്മാരുടെ ഭാഷയും ദൈവങ്ങളും അവരുടേതാക്കി മാറ്റുകയും ചെയ്തു. പലതരത്തിൽ നാനാവിധമായ മർദ്ദന പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനത തീർത്തും അവരുടെ എത്നിസിറ്റിയെ നശിപ്പിക്കുകയും അവരുടെ കൾച്ചറിനെ ഇല്ലാതാക്കുകയും ചെയ്ത് ആ ഒരു ജനത, അവരുടെ കളക്റ്റീവ് മെമ്മറിയെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് സിദ്ധി സമൂഹം. പക്ഷേ ഇവരെല്ലാം യൂണിഫൈ ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം അവരുടെ ശരീരവും അവരുടെ സംഗീതവുമാണ്, അവരുടെ പിതൃദൈവ ആരാധനയുമാണ്. അവർക്ക് അവരുടേതായ ചില പിതൃ ആരാധന സമ്പ്രദായമുണ്ട്. അത് അവരെ റിയലി കണക്ട് ചെയ്യുന്നത് ബന്ധു ട്രഡീഷനിലേക്കാണ്, ആഫ്രിക്കൻ ബന്ധു ട്രഡീഷനിലേക്കാണ്. അതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ദമാം എന്ന് പറയുന്ന ഉപകരണം. ഇത് ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഈ ദമാമിൻ്റെ സ്വരം കേട്ടാൽ സിദ്ധി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ഒരു സിദ്ധി കുട്ടികൾ പോലും ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഹൈ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് പ്രൊപ്പൻസിറ്റി ഉള്ള ഒരു സമൂഹമാണ് സിദ്ധി സമൂഹം. ഈ സമൂഹത്തെ യൂണിഫൈ ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ഉപകരണമാണ് ദമാം. ഈ ദമാം അവരുടെ വിലാപത്തിൻ്റെ സംഗീതമാണ്, അവരുടെ ആഘോഷങ്ങളുടെ സംഗീതമാണ്, അവരുടെ മരണാനന്തര ചടങ്ങുകളുടെ സംഗീതമാണ്. അതോടൊപ്പം തന്നെ അവർ പരേതാത്മാക്കളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സംഗീതം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരെ യൂണിഫൈ ചെയ്യുന്ന അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയായി ദമാം മാറുന്നു. അവിടെയാണ് റിഥം ഓഫ് ദമാം എന്ന് പറയുന്ന സിനിമ പിറക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എൻ്റെ 2016 എൻ്റെ പ്രീവിയസ് സിനിമയായ കബോർഡ് എസ്കേപ്പ് ഫിനിഷ് ചെയ്ത ശേഷം ഞാൻ ആരംഭിച്ച വർക്കാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പോവുകയും സുഹൃത്തുക്കളായ പലരെയും മുഖേന അവരുമായി ബന്ധപ്പെടുകയും അവിടെ ആദ്യകാലങ്ങളിൽ വിസിറ്റ് ചെയ്യുകയും പിന്നീട് ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറേ കാലം ഈ കഥാപാത്രങ്ങളോടൊപ്പമാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ജയറാം സിദ്ധി എന്ന ബാലന് ഞാൻ കാണുന്ന അവൻ ചിന്മയ സിദ്ധിയാണ്. ജയറാം സിദ്ധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ബാലനെ ഞാൻ കാണുന്നത് അവൻ 6 വയസ്സുള്ളപ്പോഴാണ്. പക്ഷെ അവന് 12 വയസ്സുള്ളപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവന് 14 വയസ്സായി. അപ്പം ഈ നമ്മുടെ കഥയും അവനോടൊപ്പം വളരുകയാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ മിക്കവാറും അവരവരെ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. IFFKയിൽ ഇത് ഗോവ എന്ന് പറയുന്നത് ഇവരെ കൊണ്ടുവന്ന മണ്ണാണ്. അവിടെ നിന്നാണ് അതിൻ്റെ ഈ അടിമ വ്യാപാരത്തിൻ്റെ എപ്പിസെൻറ്റർ ഗോവൻ പോർട്ടാണ്. അപ്പം ഈ ഗോവ എന്ന് പറയുന്ന ലാൻഡ് ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഈ അടിമകളുടെ കണ്ണുനീരും രക്തമൊക്കെ ഉണ്ട്. അപ്പം ആ മണ്ണിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഈ സിദ്ധി കമ്മ്യൂണിറ്റിയുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഈ സിനിമയുടെ യഥാർത്ഥ പ്രീമിയർ IFFKയിലാണ് നടക്കുന്നത്. IFFK ആണ് റിയലി ഇത്തരത്തിലുള്ള O2 സിനിമകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ. ഞാൻ ഇതിൻ്റെ ക്യാമറമാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽ സാധ്യതകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ സിദ്ധി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കണ്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ആഫ്രിക്കൻ വംശജരുടെ ബാക്കിയായി വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സ്കിൻ ടോണും നമ്മുടെ നാട്ടിലെ വെസ്റ്റേൺ ഗാർഡ്സിലെ ലഷ് ഗ്രീനറിയും ഒക്കെ എന്ന് പറഞ്ഞാൽ വിഷ്വലി നമുക്ക് ഇതുവരെ കണ്ടൊരു റെഫറൻസ് ഇല്ലാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോസസ്സായിരുന്നു. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി പോകുന്തോറും നമുക്ക് അവരുടെ എനർജി, അവരുടെ പൊട്ടൻഷ്യലൊക്കെ എന്താണെന്ന് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ആ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ നമ്മളിത് ഈ ഷൂട്ടിനെ ഡീൽ ചെയ്ത് പോയിട്ടുള്ളത്. അവരാണ് ബേസിക്കലി ഈ പടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്ട്രെങ്തും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുക മാത്രമല്ലാതെ. അങ്ങനെ മൊത്തത്തിൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ആൾക്കാർക്ക് പോയിട്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഒരു കാട്ടിൽ പോയി നമുക്കറിയാത്ത ഭാഷ, അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന എല്ലാ ഭാഷയും നമ്മൾ ട്രൈ ചെയ്യും. അവർക്ക് കുറേ പേർക്ക് തമിഴ് അറിയാം, ഹിന്ദി അറിയാം, അപ്പോൾ അതൊക്കെ പറയാം. പിന്നെ ക്രൂ മൊത്തം കർണാടക ബേസ്ഡാണ്. വലിയ പ്രൊഡക്ഷനും ഇതൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു സ്കൂളിലൊരു ഷോട്ട് ഉണ്ട്, അതിൽ കൊടി കെട്ടണം. അപ്പോൾ ആര് കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ തരിച്ച് നിൽക്കുമ്പോൾ പയ്യൻ അപ്പത്തേക്ക് മുകളിലെത്തി, അവൻ കെട്ടിയിട്ട് ഇറങ്ങി അടുത്ത ഷോട്ടിൽ അവൻ തന്നെ അതിൻ്റെ താഴത്ത് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ രസകരമായ അനുഭവങ്ങൾ, പിന്നെ വളരെ നല്ല എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ദമാം വെറുമൊരു വാദ്യോപകരണം മാത്രമല്ല, സിദ്ധി ജനതയുടെ അടയാളമാണ്. റിഥം ഓഫ് ദമാം ഈ ജനതയുടെ നേരുകാട്ടുന്ന സിനിമയും. വിനോദത്തിനും അപ്പുറത്തേക്ക് ഒരു സിനിമയ്ക്ക് സമൂഹത്തിനോട് പറയാൻ, കാട്ടാൻ, ചെയ്യാൻ പലതുമുണ്ടെന്ന് പറയുകയാണ് ജയൻ ചെറിയാൻ.